ഹലോ ഗൈസ്, ഫുഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റേഷൻ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സാണ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരി എടുത്ത് തിളപ്പിക്കാൻ നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു പാനിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലോണം മൂപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉരുളൻ കിഴങ്ങെടുത്ത് അതും എടുത്തിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയിൽ കിടന്ന് നല്ലോണം അത് വേകുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അത് വെന്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റി അത് വഴന്ന് വരുമ്പോഴത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് മസാല കൂട്ടുന്ന സമയം കൊണ്ട് തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാർത്തെടുക്കാം. എന്നിട്ട് ഈ മസാല കൂട്ടിലേക്ക് നമ്മൾ ഈ ചോറിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അവളെ മോളെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും കൂടെയാണ് അവൾ ചോറ് കൊണ്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള നല്ല ചോറാണ്. കുട്ടികൾ നല്ല രീതിയിൽ കഴിക്കും. ഞങ്ങളിവിടെ ഈ റേഷനരി ഉപയോഗിച്ച് ചോറ് വയ്ക്കുകയൊന്നും ചെയ്യൂലായിരുന്നു, കാരണം ഇവർ കഴിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ നല്ല വയറ് നിറച്ച് നല്ല രീതിയിൽ കഴിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കണേ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. നമുക്ക് എളുപ്പത്തിൽ രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ പറ്റും. അത് ഞാൻ ആ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ല റെസിപ്പി ആയിട്ട് ഇനിയും വരാൻ